ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായും മത്തിയും വെച്ചൊരു റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ മത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇത് കുറച്ച് അധികം മത്തിയുണ്ട്. ഇത്രയും മത്തിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളൊരു 10-12 മത്തി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് എപ്പോഴും നമുക്ക് ഈ കറിക്ക് ചെറിയ മത്തി ആവുന്നതായിരിക്കും നല്ലത്. ചിലരിതിന് അവിയൽ എന്നൊക്കെ പറയാറുണ്ട്. മത്തി അവിയൽ, കായും മത്തിയും ഇട്ടിട്ടുള്ള തോരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ മത്തിയൊക്കെ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ കായൊക്കെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായയുടെ കറയൊക്കെ വേഗം പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കായ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറയൊക്കെ പോകും. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ കായും നമ്മുടെ മീനും ഒക്കെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കായും മീനും ഒക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളുടെ മീനിലും കായലും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മീനും കായും എല്ലാം നന്നായിട്ട് വെന്തൊക്കെ വന്നാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വെന്ത് വന്നതിലേക്ക് നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മൂടി വെച്ചാൽ തേങ്ങയുടെ ഒന്ന് ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കായലും മീനിലും ഒക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിലെ ദശ മാത്രമായിട്ട് എടുത്ത് ചേർക്കാവുന്നതാണ്. ഞാനിത് മുള്ളോട് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായും മത്തിയും ഒക്കെ ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്ക വേവിച്ചത് അല്ലെങ്കിൽ കപ്പയും മീനും ഒക്കെ ഇട്ട് വെക്കുന്നത് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതും കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല രസമാണ്. ചോറിൻ്റെ വേണമെങ്കിൽ കഴിക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു 5-6 പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കായും ഈ മത്തിയും അതുപോലെ അരപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല കളറൊക്കെ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ കായയും മത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കായൊന്നും ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഉള്ളി നമ്മളെ മൂത്ത് വന്ന ഉള്ളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന ഉള്ള ഒരു ഓപ്ഷൻ കാണുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.